ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റാടെ വന്ന് ഉറങ്ങി എണീറ്റിട്ട് ചായ ആക്കിയിട്ട് കുടിച്ചിനെ അവരിക്കപ്പുറം കൊടുത്ത് ഞാനും അവിടെ തണിയാൻ വേണ്ടി കുറച്ച് തണിയാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല ഇന്നലെ പൊതിർത്തതല്ലേ കുക്കറിലേക്ക് ഇടലാന്ന്. അതിലേക്ക് തന്നെ ഒരു തക്കാളി, ഒരു ഉള്ളി, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചിയെല്ലാം ഇട്ട് ഒരുമിച്ചിട്ടിട്ട് വേവിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയെല്ലാം എടുത്ത് ഞാൻ സാധാരണ അരി പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരലാന്ന്. അപ്പോൾ അത് തീർന്നു പോയിന് കണ്ട. അപ്പോൾ പീടികയിൽ ഒരു പാക്കറ്റ് വാങ്ങിനി ഇന്നലെ. അതും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബാക്കിയുണ്ടായ എൻ്റെ അടുത്തുള്ള അരിപ്പൊടിയും ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചതാന്നേ. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തണിഞ്ഞതിന് ശേഷമില്ല ഞാനെല്ലാം ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടലക്കറിയിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഈ ഇടക്ക് വറുത്ത് വെച്ച തേങ്ങയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇതിപ്പോൾ വിനോദാട്ട ഈ ജനലിൻ്റെ ഉള്ളിൽ കാന്താരി പറിച്ച് തന്നെ കേട്ടോ. നല്ല മൂത്ത കാന്താരിയാണ്. അപ്പോൾ എൻ്റെ ചായ ഞാൻ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തണിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കുടിക്കുന്നത്. പിന്നെ കുറച്ച് തിരക്ക് വന്ന് അതുകൊണ്ടാണ് വേഗം കുടിച്ച് തീർത്തത്. അപ്പോൾ നൂൽപുട്ടെല്ലാം എടുത്തിട്ട് അച്ചിലേക്ക് ഇട്ടിട്ട് വേഗം ആക്കി എടുക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂളിലേക്കും ഇതന്നെയാണ് കൊടുത്തു വിടൽ. എല്ലാവരും ചോദിക്കുമല്ലോ കേട്ടോ, കുട്ടികളെല്ലാം നിൻ്റെ അമ്മക്ക് ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്ന്. അധികം അവർ ഇതന്നെയാണ് കൊണ്ടുപോകൽ. എനിക്കങ്ങനെ ആക്കാൻ ഇതൊരു വലിയ പണിയൊന്നുമല്ല, ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുക. പിന്നെ മക്കൾക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്, പെട്ടെന്ന് വേവുകയും ചെയ്യും. അങ്ങനെ ഗ്യാസും നമുക്കങ്ങനെ ചിലവാകുന്ന ഒരു ഇതല്ല. ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് വേഗം എളുപ്പത്തിൽ. അപ്പോൾ അതിലും കുറച്ച് കടല എടുത്തിട്ടില്ലേ ഞാൻ ഈ വറുത്ത് വെച്ച പൊടിയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടി അരച്ചാലില്ലേ കുറച്ചൊരു കൊഴുപ്പ് കിട്ടൂലേ. അങ്ങനെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാനിത് ചെയ്യുന്നത് ഓരോ വീഡിയോ ഓരോ ദിവസത്തെ ഇടലിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കട്ടെ. കടല നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിലെടുത്ത് വെച്ച് മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് അതും കൂടി ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം 1 സ്പൂൺ ഇട്ടിനെ, അത് വീഡിയോയിൽ പെട്ടിട്ടാണ്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തിളച്ചാവുമ്പോൾ അരവെല്ലാം നല്ലപോലെ തിളച്ചാവുമ്പോഴല്ലേ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് വാങ്ങി വെച്ചു. പിന്നെ അതിലേക്ക് കടുവും കറിവേപ്പിലയും വറുത്തിട്ട് വിടലാണ്. വേണമെങ്കിൽ കുഞ്ഞുള്ളിയില്ലേ ചെറിയ ഉള്ളി അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് വഴറ്റാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അടുത്ത് അത് ഉണ്ടായിട്ടാണ്. പിന്നെ വലിയ ഉള്ളിയൊന്നും ഞാൻ മുറിക്കാൻ തന്നിട്ടാണ്, തിരക്കായതുകൊണ്ട്. ചോറും ആക്കണം, ഒരു പൊതിച്ചോറും ഉണ്ടാക്കണം. ഇതാക്കി കഴിഞ്ഞിട്ട് വേണം അതുണ്ടാക്കാൻ. അതുകൊണ്ട് അപ്പോൾ ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടലക്കറി നൂൽപുട്ട് എടുക്കട്ടെ. ആദ്യമായി വെച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. വേഗം വെന്ത് കിട്ടുന്നതല്ലേ ആവിയിൽ. അത് എണ്ണയൊന്നും അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും നല്ലതാട്ടോ. വയറ്റിൽ നിന്ന് അങ്ങനെ ഒന്നും ദോഷം ചെയ്യാത്തൊരു പലഹാരമാണ്. ആവിയിൽ വേവിച്ച പലഹാരം, ഇഡ്ഡലി, നൂൽപുട്ട് അതെല്ലാം. അപ്പോൾ അതവിടെ ഇരിക്കട്ട്. ഇനി അടുത്ത ഒരു തട്ടം കൂടി എനിക്ക് വെച്ചാൽ ശരിയാവേ, സ്കൂളിലേക്കും കൊടുക്കണ്ടല്ലേ. അപ്പോൾ കടലക്കറിയും നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് രാവിലത്തെ. അതിനി അടുത്തതാണ്. അതിന് ബാക്കി വരുന്നത് ഒരു ഉണ്ടയാക്കി വെച്ചതാണ് കേട്ടോ. വൈകുന്നേരം മക്കൾക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാമല്ലോ. അപ്പോൾ പാത്രത്തിലേക്ക് ആക്കട്ടെ. അവരെ കുറച്ച് വലിപ്പമില്ല ആയതുകൊണ്ടല്ലേ 2 മതി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. അതും തന്നെ എല്ലാവരും കൂടി ഷെയർ ചെയ്യും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടേ. അപ്പോൾ അവർ കാണാണ്ട് അരക്കഷ്ണം കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടലക്കറിയിൽ അതിൻ്റെ മേലെ തന്നെ ഒഴിച്ച് കൊടുക്കും. ആദ്യം ഒരു പാത്രത്തിൽ കൊണ്ടുപോകും. ഇപ്പം ഇങ്ങനെ ഇത് തന്നെ ഒഴിച്ചാൽ മതി പറയും. അങ്ങനെയെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മടിയാണ്. എല്ലാം കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ കയ്യിൽ അറിഞ്ഞിട്ട്. അപ്പോൾ കുപ്പിയിൽ വെള്ളവും ആയല്ലോ, അതെല്ലാം കൂടി ആക്കി കൊടുത്ത് തിന്നാനും കൊടുത്തവർക്ക് ഒരു പാത്രത്തിൽ. അപ്പോൾ സ്കൂളിലേക്കില്ല അതെല്ലാം റെഡിയായി. ഇനി പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ് അടുത്ത പരിപാടി, വിനോദത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ ബൈ.